രണ്ടാമത്തെ ക്യാമറ ആംഗിളിൽ ഇട്ടിട്ട് രണ്ടാമത്തെ ഇതേപോലെ അടുത്തേക്ക് വരും. അതിന് ശേഷം അകലേക്ക് പോകും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസ് ചെയ്യുന്ന അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ ബസ് മേളത്തിന് ചോദിച്ചാൽ ഇഷ്ടം പോലെ വണ്ടികളും വേറെ സംഭവങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രാഫിക് മോഡ്, അതുപോലെ തന്നെ വേറെ പല ടൈപ്പ് വണ്ടികൾ, പല ടൈപ്പ് കാറുകൾ, ബസ്സുകളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഡ്രോണാണ് കയറ്റാൻ പോകുന്നത്. അതായത് നമുക്ക് ശരിക്കും നമ്മുടെ സാധാരണ ഡ്രോൺ പോലെ പറത്തണ പോലെ ഡ്രോണൊക്കെ നമുക്ക് ബസ് മേളത്തിൽ ആഡ് ചെയ്ത് പറത്താൻ പറ്റും. അതായത് മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അപ്പോൾ നിന്ന് ഓടിച്ച് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണിച്ചാൽ പോകുന്നത്. അതായത് ഡ്രോൺ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും അതേപോലെ തന്നെ ബസ് മേളത്തിൽ എങ്ങനെ ആഡ് ചെയ്യാനുള്ള ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചാൽ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്ന ചാനൽ ആദ്യം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ എവിടെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ ബസ് മിലാറ്റ് ഇൻഡോനേഷ്യയിൽ നമ്മൾ ഡ്രോൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഡ്രോൺ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഗെയിം എടുത്തതിന് ശേഷം അതൊന്ന് പറത്തി നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ശരിക്കും നമുക്ക് ഡ്രോണിലെ പോലെ തന്നെ വ്യൂവിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഡ്രോൺ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആസിലെത്താമത്തെ സാധാരണ നമുക്ക് ഈ ഒരു രീതിയിൽ നീങ്ങാൻ പറ്റും. പിന്നെ അത് മോളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാണ് ഞാൻ കാണിച്ചത്. പിന്നെ അതിന് മുമ്പ് ജസ്റ്റ് ബ്രേക്ക് പിടിച്ചാൽ അതേപോലെ ശരിക്കും നമ്മളെ വണ്ടി പോലെ തന്നെ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സ് അമർത്തിയാൽ ഈ ഒരു രീതിയിൽ നീങ്ങും. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ കാണണമെങ്കിൽ മോളിൽ നിന്നുള്ള വ്യൂ കാണണമെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാമറ സ്വിച്ച് ചെയ്യുന്ന ഒരു ബട്ടൺ അമർത്തണം. അതായത് നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് വ്യൂ ആ വ്യൂ ഒക്കെ മാറ്റുന്ന ആ രീതിയിലുള്ള ബട്ടൺ ജസ്റ്റ് അമർത്തുക. അപ്പോൾ ഈ രണ്ടാമത്തെ ബട്ടൺ അമർത്തുമ്പോൾ ഈ ഒരു രീതിയിൽ മോളിൽ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ മുകളിൽ നമുക്ക് ഇതേപോലെ ഓടിക്കാനും പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രൈവ് ഇടാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ ഓടിക്കാം. അപ്പോൾ ഈ രീതിയിൽ ശരിക്കും നമ്മൾ ഡ്രോൺ പറത്തുന്ന പോലെ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് തിരിക്കുന്നതനുസരിച്ച് നമുക്ക് ഈ രീതിയിൽ തിരിയാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ പോവില്ലത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റിവേഴ്സ് എടുക്കുക. ഡ്രൈവ് അമർത്തിയാൽ നമുക്ക് ഇങ്ങനെ നീങ്ങാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ നമ്മുടെ ക്യാമറ ആംഗിളിട്ട് ഈ ഒരു രീതിയിലായിരിക്കും കാണാൻ പറ്റുക. പിന്നെ അതുപോലെ നാലാമത്തെ ആംഗിളിട്ട് ഈ ഒരു രീതിയിലായിരിക്കും. പിന്നെ അത് സാധാരണ ഫസ്റ്റ് ക്യാമറ ആംഗിളിട്ട് ഈ ഒരു രീതിയിലും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്യാമറ ആംഗിളിലാണ് നമുക്ക് ശരിക്കും ഇത് മോളിൽ നിന്നുള്ള ലുക്ക് കാണാൻ പറ്റുക. അതായത് നമുക്ക് ശരിക്കും ഡ്രോൺ പറത്തുന്ന പോലെ തന്നെ ആ ഒരു ലുക്ക് കാണാൻ പറ്റുന്നത് മുകളിലത്തെയാണ്. അപ്പോൾ ഇതൊന്നും കൂടി മുകളിലേക്ക് പറക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ രണ്ടെന്നുള്ള മുകളിൽ ഇങ്ങനെ ഏറ്റവും മുകളിൽ 1, 2 അല്ലേ, അതിൽ രണ്ടെന്ന് പറഞ്ഞ ഓപ്ഷൻ അമർത്തിയാൽ മതി. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പറന്ന് വരും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ആംഗിൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് ഒന്നും കൂടി അമർത്തി അതേപോലെ പറന്ന് അടിയിലേക്ക് വരും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്യാമറ ആംഗിൾ 1-ലിടാണ്. അതിന് ശേഷം ജസ്റ്റ് ഈ ഒന്നാമത്തെ അപ്പോൾ ഇങ്ങനെ അടുത്തേക്ക് വരും. പിന്നെ അതുപോലെ തന്നെ ഒന്നും കൂടി അമർത്തി അകലേക്ക് പോകും. പിന്നെ രണ്ടാമത്തെ ക്യാമറ ആംഗിളിൽ ഇട്ടിട്ട് രണ്ടാമത്തെ ഇതേപോലെ അടുത്തേക്ക് വരും. അതിന് ശേഷം അകലേക്ക് പോകും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ ഡ്രോൺ കൺട്രോൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാ വണ്ടികളും ഡൗൺലോഡ് ചെയ്യുന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് sgcarena.com എന്നാണ്. അപ്പോൾ ഇതിവിടെ മുകളിൽ സെർച്ചിൻ്റെ ബട്ടൺ കാണാം. അപ്പോൾ അതെടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഡ്രോൺ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഡ്രോൺ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രോണിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ ഇതാണ് ഡ്രോൺ മോഡ് ബസ് ID. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ഡൗൺലോഡ് കാണാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് ഡ്രോൺ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആയിൻ്റെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്റ്റ് ഫയൽസ് ടു കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ഫോൾഡർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് എക്സ്ട്രാക്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ മെയിൻ ഫയൽ കാണുക. അത് അമർത്തുക, മൂവ് കൊടുക്കുക, ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ID എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള സംഭവം. അപ്പോൾ നമ്മുടെ ഡ്രോൺ നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ ഇവിടെ. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.